പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഇപ്രകാരം ഒരു വിലയേറിയ അവസരം എൻ്റെ സാക്ഷ്യത്തിനായിട്ട് ഒരുക്കിയ അരോമ ടിവിയുടെ ഡയറക്ടർ കർത്താവിന്റെ ഉദാസൻ ഡാനിയൽ ജോൺസ് അവരുടെ പ്രത്യേക വന്ദനം ചെയ്യുന്നു. പ്രേക്ഷകരെല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അനേകർക്ക് പ്രയോജനമാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ കൃപയോടുകൂടെ നടത്തപ്പെടുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ സാക്ഷ്യങ്ങളും ജീവിതങ്ങളൊക്കെ എന്നെ ഉൾപ്പെടെ ഒരുപാട് പേരെ ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പകർത്തുവാൻ നിൽക്കണം. പരിശുദ്ധാത്മാവ് ഒരുക്കിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സ്വദേശം റാന്നിയിൽ അടുത്തുള്ള പെരുമ്പെട്ടിയിൽ അത്തിയാൽ സ്വദേശിയാണ് ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിലാണ് ജനിക്കപ്പെട്ടത്. ബ്രദറൻ പാരമ്പര്യമുള്ള ഒരു ഭവനത്തിലെ അംഗമായി ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുകയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ബ്രദർ അനുഭവത്തിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് 12 വയസ്സായ സമയത്ത് ഞാൻ കർത്താവിലേക്ക് ദൈവിക സത്യങ്ങളിലേക്ക് കടന്നു വരുവാനൊരു ഭാഗ്യം ദൈവം എനിക്ക് ഒരുക്കി തന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരി ഉൾപ്പെടെ ഞങ്ങൾ 2 പേർ കുട്ടികളും മാതാപിതാക്കളുമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ എൻ്റെ ബാല്യകാലം മുതൽ എനിക്ക് ഉണ്ടായ ശാരീരികമായ ചില രോഗാവസ്ഥകൾ വളരെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾക്കുണ്ടായി. ആ കാലയളവിലൊക്കെ എൻ്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയില് കണ്ണുനീരോടെ ദിനം പ്രതി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. എനിക്ക് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു രോഗമായിരുന്നു എന്ന് മാതാവിനോട് പറയാറുണ്ടായിരുന്നു. ഒരുപാട് ചികിത്സകൾ അതേ അമ്മ പലയിടത്തായി കൊണ്ടുപോയി നടത്തിയെങ്കിലും മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നല്ലാതെ യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിൽ എൻ്റെ 2.5 വയസ്സായ സമയത്ത് അതുവരെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദൈവത്തോട് കണ്ണുനോട് പ്രാർത്ഥിച്ചു പറഞ്ഞ കർത്താവേ, ഈ കുഞ്ഞിനെ എനിക്ക് ആയുസ്സോടെ തരികയാണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ അയച്ചുകൊള്ളാമെന്ന് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയും തത്പരമായി എൻ്റെ ബാല്യകാല രോഗത്തിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ ദൈവം എനിക്ക് നൽകി തന്നു. അതിനുശേഷമായി എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വിവിധമായ പ്രശ്നങ്ങൾ എന്നെ അഭിമുഖീകരിച്ചുവെങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവിനെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തു. ബാല്യകാലം മുതൽ എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ വലിയ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായി. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പെന്തക്കോസ്തിന്റെ ആരാധനാ ഇടങ്ങളിൽ ഞാൻ ഇടയ്ക്കൊക്കെ കയറി പോകുമായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഉപവാസ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കടന്നു ചെന്നു. ആ സമയത്ത് എന്തെന്നില്ലാത്തൊരു ആത്മാവിന്റെ ഒരു വലിയ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തു. കേവലം 12 വയസ്സുള്ള എനിക്ക് എന്തെന്ന് പോലും തിരിച്ചറിയുകയായിരുന്നു. അറിയപ്പെടാത്ത ഒരു ആത്മാ നദിയിലേക്ക് ഞാൻ ആയനിക്കപ്പെടുകയായിരുന്നു. എൻ്റെ ശരീരമാകപ്പാട് ഒരു ഭാരം കുറഞ്ഞൊരവസ്ഥയിൽ എന്നെ ആരോ എടുത്തിങ്ങനെ അമ്മാനം ആടുന്ന പോലെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഒരുപാട് സമയം അങ്ങനെ ഞാൻ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ ശരീരത്തില് അത്ഭുതകരമായ ചില വിടുതലും ആശ്വാസവും ഒക്കെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അവസാനം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് ദൈവദാസന്മാർ എൻ്റെ തലയിൽ കൈവച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് കാണാൻ സാധിച്ചു. ഏതോ വാക്കുകളൊക്കെ എൻ്റെ വായിൽ കൂടെ വരാൻ സാധിച്ചു. എനിക്കത് ദൈവത്തിന് അഭിഷേകമായിരുന്നെന്നോ പരിശുദ്ധാത്മാവിന്റെ നിറവായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് ശേഷമായിട്ട്
ആ ദൈവാസന്മാരനെ അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഒരു പ്രത്യേകമായ അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ നിൽക്കണം ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു എൻ്റെ ബാല്യകാലത്തെ ആ ജീവിതം. പിന്നത്തേതില് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനൊക്കെ എനിക്ക് അവസരമുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായി ഞാൻ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു മാറ്റം എൻ്റെ മാതാപിതാക്കൾ അത്ര ഉൾക്കൊള്ളാൻ അത്ര മനസ്സുണ്ടായിരുന്നില്ലെങ്കിലും പിന്നത്തേതിൽ അവർക്കും മനസ്സിലായി. എൻ്റെ ജീവിതത്തിലെ ആ മാറ്റങ്ങൾ കണ്ട് അവരും അത്ഭുതപ്പെട്ടു. അതിനുശേഷമായി എന്നോടൊപ്പമായി പെന്തക്കോസ്ത് ആരാധനയിലേക്ക് കടന്നു വരുവാൻ അവർക്കും ദൈവം അവസരം നൽകി. ദൈവത്തിന് സ്തോത്രം. ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമായിരുന്നു. ദൈവസന്നിധാനത്തിൽ അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. അതിനുശേഷമായി അപ്രതീക്ഷിതമായ എൻ്റെ പിതാവിന് പെട്ടെന്നുണ്ടായ ചില അസ്വസ്ഥതകൾ നിമിത്തമായി എൻ്റെ 15-ാമത്തെ വയസ്സിൽ പിതാവ് ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി. അതിനെയും എൻ്റെ മാതാവിനെയും എൻ്റെ സഹോദരിയെയും വളരെ തളർത്തിക്കളഞ്ഞു. അങ്ങനെയുള്ള അവസരത്തിൽ ദൈവാത്മാവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ സ്നാനമേറ്റ ശേഷം അനേക ആത്മീയ കൂട്ടായ്മകൾ പങ്കെടുക്കുവാൻ നിൽക്കണം ദൈവം എനിക്ക് അവസരം നൽകി. അതിനുശേഷം എൻ്റെ മാതാവും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവ് സാക്ഷിയുടെ നിൽപ്പുള്ള തീരുമാനത്തോടെ മുൻപോട്ട് കടന്നു പോകും. വീണ്ടും പ്രശ്നങ്ങൾ ഓരോന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ മാതാവ് വീണ്ടും രോഗത്തിലേക്ക് മാറിപ്പോയി. അതും എൻ്റെ ജീവിതത്തെ വല്ലാതെ ആടിയുലയുന്നൊരവസ്ഥയിലേക്ക് മാറ്റിപ്പോയി. ഒരുപാട് കഷ്ടതയിലൂടെ പിന്നെ കടന്നു പോകേണ്ടി വന്നു. പിന്നീടുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ മാതാവിനെ ശരീരമായ ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ തന്നെ ഉപജീവന വിഷയങ്ങൾക്ക് കൊണ്ട് ഒരുപാട് ഞാൻ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചില ജോലികൾക്ക് വേണ്ടി ഞാൻ പോകേണ്ടി വരികയും ചെയ്തു. ഗുണഭാരമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ആ അവസരങ്ങളിലൊക്കെ ദൈവം എന്നെ താങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഷ്ടതയുടെയൊക്കെ പ്രയാസങ്ങളുടെ മധ്യത്തിലാണെങ്കിലും ദൈവവചനം പഠിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ റാന്നിയിലെ അടുത്തുള്ള ഒരു ബൈബിൾ സ്കൂളിലേക്ക് കടന്നുപോയി ഞാൻ ദൈവവചനം പഠിച്ചു. ആ വചന പഠന നിമിത്തമായി ഒരുപാട് ആശ്വാസവും ധൈര്യവും ദൈവത്തിന്റെ സത്യങ്ങളും ഗ്രഹിക്കാനും ദൈവം എനിക്ക് അവസരം നൽകി. വചന പഠന ശേഷമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യം, കർത്താവേ, വടക്കിന്റെ കുറിച്ചൊക്കെ എപ്പോഴാണ് ഞാൻ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ആ അറിവുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ നല്ല അനുഭവത്തിലേക്ക് പോകാനുള്ള മുഖാന്തരമാക്കി ദൈവം തീർത്തു. അങ്ങനെ ദൈവസന്നിധാനത്തിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥനയോടെ കർത്താവെ, അങ്ങേ ഹിതമെങ്കിൽ വടക്കൻഡിലേക്ക് എന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ മധ്യത്തില് എൻ്റെ സഹോദരിയുടെ പഠനങ്ങളും ഒക്കെ വളരെ പ്രതിസന്ധിയിലായി. എൻ്റെ മാതാവിന് ക്ഷീണങ്ങൾ കൂടി വന്നു. എൻ്റെ 22-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവും നഷ്ടപ്പെട്ടു. അങ്ങനെ മാതാപിതാക്കൾ രണ്ടുപേരും കടന്നുപോയ ശേഷം ഞാനും എൻ്റെ സഹോദരിയുമായിട്ട് ശേഷിച്ചു. സഹോദരി വിദ്യാഭ്യാസം തുടരേണ്ടിയുണ്ടായിരുന്നു. എനിക്ക് ആത്മീയമായിട്ട് മുൻപോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്നാൽ അത്ഭുതമായി കർത്താവ് കാലങ്ങളൊക്കെ നടത്തി. ചില വർഷങ്ങള് നമ്മുടെ നാട്ടിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനും ദൈവത്തിനോട് പ്രവർത്തിക്കുവാനൊക്കെ ദൈവയ്ക്ക് അവസരം നൽകി. ആ സന്ദർഭങ്ങളിൽ അനേക ആത്മീയ ഗുരുക്കന്മാരെ കണ്ടെത്തുവാനും അങ്ങനെ ഉപദേശങ്ങൾ കേൾക്കുവാനും അനുസരിക്കുവാനൊക്കെ എനിക്ക് അവസരമുണ്ടായി. ചില വർഷങ്ങൾ നാട്ടിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം. പിന്നീട് ചില നാൾ ശേഷമായി 23 വയസ്സ് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വിവാഹം എനിക്ക് ഒരുക്കി തന്നു. എൻ്റെ വിവാഹം ഒരു ദൈവത്തിന്റെ ദാസന്റെ മകളായിരുന്നു. ഡെയ്സമ്മ എന്നാണ് അവളുടെ പേര്.
കർത്താവ് ഞങ്ങളെ കൂട്ടി ഒരു വിശേഷമായി ചില വർഷങ്ങൾ കൂടെ നാട്ടിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം നൽകി. ഞങ്ങൾക്ക് ആദ്യം ഒരു മകനെ ദൈവം തന്നു. സാമോൻ എന്നാണ് അവന്റെ പേര്. കർത്താവ് ഞങ്ങളെ നടത്തുന്ന കാലഘട്ടങ്ങളിലൊക്കെ എന്റെ സഹോദരിയുടെ വിവാഹവും വലിയൊരു ചോദ്യചിഹ്നമായി നിന്നു. ദൈവം തക്ക സമയത്ത് വേഗത്തിൽ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചു തന്നു. എന്റെ ജീവിതത്തിൽ എനിക്കൊരു ആശ്വാസമായി, കർത്താവെ എനിക്ക് വടക്കേരിയിലേക്ക് ആശ്വാസമായി പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ചില നാളുകൾ വീണ്ടും നാട്ടിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ശേഷമായിട്ട് ഡോക്ടർ കെ പി യോഹന്നാൻ നടത്തിയ ഒരു വലിയ ക്യാമ്പിൽ സംബന്ധിക്കാനുള്ള അവസരം തിരുവല്ലയിൽ വെച്ച് എനിക്ക് ദൈവം തന്നു. അവിടെ വെച്ച് ദൈവസന്നിധാനത്തിൽ വടക്കേന്ത്യക്കുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുള്ള സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ആഹ്വാനം അവിടെ നടത്തി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ മീറ്റിങ്ങിനോടനുബന്ധിച്ച് അനേക യുവക്കന്മാർ കർത്താവിന് വേണ്ടി വടക്കേന്ത്യൻ വയലുകളിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. ഭാഗ്യവശാൽ എനിക്കും അതിൽ സംബന്ധിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയിൽ മവായി എന്ന സ്ഥലത്തേക്ക് കടന്നുപോകാൻ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ആ സ്ഥലത്ത് കടന്നുപോയി കർത്താവിന് വേണ്ടി അധ്വാനിച്ച ആ നല്ല നാളുകളെ ഞാൻ ഓർക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയില്ലാഞ്ഞ സ്ഥലങ്ങളിൽ വളരെ ഘോരമായ കഠിനമായ ചൂടുള്ള സന്ദർഭങ്ങളിൽ പോലും അനേക കിലോമീറ്ററുകളോളം വനത്തിലൂടെ യാത്ര ചെയ്ത് കർത്താവിന്റെ സുവിശേഷവുമായിട്ട് അനേക ഗ്രാമങ്ങളിൽ കടന്നു പോകാൻ തക്കണം ദൈവം സഹായിച്ചു. ഒരു ക്രിസ്ത്യാനിയും ആ ദേശങ്ങളിൽ കാണുവാൻ ഞാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ കോട്ടയംകാരൻ വർഗീസ് എന്ന ഒരു സഹോദരനും കർത്തൃവേലയ്ക്ക് വേണ്ടി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കടന്നുപോയി മൃഗങ്ങളൊക്കെയുള്ള വനത്തിലൂടെ യാത്ര ചെയ്ത് ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത് അവിടെയുള്ള പ്രിയപ്പെട്ടവരോട് സുവിശേഷം പറയുവാൻ, അറിയാവുന്ന ഹിന്ദിയിൽ അവരോടൊക്കെ സംസാരിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അവിടെ ചില അത്ഭുതങ്ങൾ കാണുവാൻ തക്ക ഇടയായി തീർന്നു. കർത്താവിന് വേണ്ടി അനേക ജീവിതങ്ങൾ സമർപ്പിക്കപ്പെടുന്നത് കാണുവാനും സാധിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിന്റെ മണ്ഡല ജില്ലയിലുള്ള ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ച് കർത്താവിന് സാക്ഷ്യം വെക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒട്ടനവധി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ എന്നെ അഭിമുഖീകരിച്ചു. മലേറിയ പോലുള്ള രോഗങ്ങൾ പിടിച്ചു. ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവിടെ വെച്ച് വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുവിശേഷ വിരോധികളുടെ ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. എന്നാൽ തളരാതെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ നിൽക്കണം ദൈവം സഹായിച്ചു. അനേക ഇടങ്ങളിൽ ഒരിക്കലും സുവിശേഷന്മാർ കടന്നുപോയിട്ടില്ലാത്ത ഗ്രാമങ്ങളിലൂടെ കടന്നുപോകാൻ ഈ അവസരം നൽകി. ഇന്ന് റായ്പൂർ ആസ്ഥാനമാക്കി ഛത്തീസ്ഗഡ് എന്നൊരു സംസ്ഥാനം രൂപീകരിച്ചിട്ടുണ്ട്. അന്ന് അതില്ല. അന്ന് ബസ്തർ എന്ന ഡിസ്ട്രിക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. കേരളത്തോളം വലിപ്പമുള്ള ഒരു ജില്ലയായിരുന്നു ബസ്തർ ഡിസ്ട്രിക്റ്റ്. ആ ജില്ലകളുടെ മധ്യഭാഗങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്ക് അവസരമുണ്ടായി. കർത്തൃനാമത്തിൽ എന്ത് സഹിക്കുവാനും കർത്താവിന് വേണ്ടി നിൽപ്പാനും ദൈവം എന്നെ ആ കാലങ്ങൾ ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിന്റെ വലിയ സമയങ്ങളിൽ എൻ്റെ കർത്താവിന്റെ സാക്ഷ്യവുമായിട്ടാണ് ഞാൻ പോകാൻ എപ്പോഴും തയ്യാറായി. ജീവിതത്തിൽ മറ്റൊന്നും ഞാൻ ഓർത്തില്ല. എൻ്റെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. ഭൗതിക നേട്ടങ്ങളോ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞാൻ അവസരം എടുത്തിട്ടില്ല. എങ്ങനെയും കർത്താവിന്റെ വചനം ഒരാളിൽ കൂടെ എത്തിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുറെ കാലം കഴിഞ്ഞ ശേഷം എന്നെ മാരകമായ രീതിയിൽ മലേറിയ എന്ന രോഗം പിടിച്ച് ഞാൻ വളരെ അവശനായിപ്പോയി. എനിക്ക് നിൽപ്പാൻ കഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. നാട്ടിൽ കടന്നു കർത്താവിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത ശേഷം പിന്നീട് എനിക്ക് വേറൊരു അവസരം ലഭിച്ചു ബോംബെയിലേക്ക് കടന്നു പോകുന്ന ശിക്ഷിപ്പാൻ വേണ്ടി.
അങ്ങനെ പിന്നീട് ചില മാസം ശേഷമായി ബോംബെയിൽ കടന്നു വന്നു. ബോംബെ പട്ടണത്തിൽ കടന്നു വന്ന് ഞാൻ അവിടെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ അവസരമുണ്ടായി. അവിടെ പല സ്ഥലങ്ങൾ പാർത്തുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിപ്പാൻ വീണ്ടും ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ആ ദേശത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക ജീവിതങ്ങളെ നേടുവാൻ നിൽക്കണം ദൈവം എനിക്ക് അവസരം നൽകി. ബോംബെയിൽ താമസിച്ചുകൊണ്ട് തന്നെ യുപിയിലും പഞ്ചാബിൽ ഉൾപ്പെടെ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പിന്നെയും കടന്നു പോകാൻ നിൽക്കണം ദൈവം എനിക്ക് ഭാഗ്യം നൽകി. കർത്താവിന് വേണ്ടി അനേകരെ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ നിൽക്കണം ദൈവം ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് എനിക്ക് 2 കുഞ്ഞുങ്ങളെ കൂടെ ദാനം ചെയ്തു. ഒരു പെൺമകളെ, അവൾ ഷൈനി എന്ന് അറിയപ്പെടുന്നു. അടുത്തത് സ്റ്റെല്ല എന്ന പെൺകുട്ടിയെ. അങ്ങനെ 2 പെൺകുഞ്ഞുങ്ങളെ കൂടെ ദൈവം ദാനം ചെയ്തു. ഇന്ന് കൃപയാൽ മൂത്ത മോനും കുടുംബവും അവര് ഗുജറാത്തിൽ ഭൗതികമായ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ ഷൈനിയും കുടുംബവും ബീഹാറിൽ ഇന്ത്യ മിഷനോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. മൂന്നാമത്തെ കുട്ടി സ്റ്റെല്ലായ കുടുംബവും നാട്ടിൽ അവര് ജോലി ചെയ്യുന്നു. നാട്ടിൽ തിരുവല്ലയിൽ അവര് താമസിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ അനുഭവിച്ച ചില ത്യാഗങ്ങൾ, അനുഭവങ്ങൾ അതുകൂടെ പറഞ്ഞ് എൻ്റെ കാര്യങ്ങളെ ഒന്നുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാനോ ലോകസ്ഥാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധാനത്തിൽ ഇങ്ങനെയുള്ള ആ വചനങ്ങളൊക്കെ ഒരുപാട് എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. പലവിധ രോഗങ്ങളാൽ പലപ്പോഴും ഭാരപ്പെട്ട് മരണത്തോളമായി പോയ സന്ദർഭങ്ങളുണ്ട്. 3 പ്രാവശ്യം എനിക്ക് അറ്റാക്ക് ഉണ്ടായി. ആ 3 പ്രാവശ്യവും അത്ഭുതകരമായ വിടുതൽ ദൈവം എനിക്ക് നൽകി. ഒരു പ്രാവശ്യം മരണത്തോളമായി പോയി മരിച്ചു എന്ന് കേട്ടതാണ്. പിന്നീട് അതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിൽ വെച്ച് എനിക്ക് കോവിഡ് പിടിച്ച് മരണത്തോളമായി പോയി. എൻ്റെ കൂടെ കിടന്ന അനേകര് മരിച്ചത് ഞാൻ കണ്ണാല് കണ്ടുകൊണ്ട് കിടക്കുകയാണ്. 3 ഹോസ്പിറ്റലിൽ മാറി മാറി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഹല്ലേലൂയ, കർത്താവിനെ അവിടെയൊക്കെ വിടുവിച്ച് അത്ഭുതകരമായി നടത്തി. ഇന്നും കർത്താവിന് സാക്ഷ്യത്തിനായിട്ട് ദൈവം നിർത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്ത കർത്താവാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നമ്മെ തള്ളിക്കളയാത്തൊരു ദൈവം, വിശ്വസ്തന്മാരെ സ്നേഹിക്കുന്ന ദൈവം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ അറിയുന്ന ദൈവം. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാനുള്ളത്. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിലും പോക്കിലും ഇന്ന് എനിക്ക് സന്തോഷത്തോട് പറയാൻ സാധിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഞാനും കർത്താവിന്റെ ദാസിയും ദൈവത്തിന്റെ സാക്ഷി ഇന്ന് നാട്ടിൽ വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ അനുഗ്രഹമായ ചില നല്ല അനുഭവങ്ങളെ കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ വലിയ വേദനിക്കുന്ന അനുഭവങ്ങളിലൊക്കെ ആയിരുന്നിട്ടും പ്രത്യേക ചില അനുഭവങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ആശങ്കപ്പെട്ടുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവം തന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടിയത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ലോകത്തിലെ നേട്ടങ്ങളെക്കാൾ ഉപരി എൻ്റെ കർത്താവിൻ്റെ നല്ല ദാനങ്ങളാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അത് ദൈവം പ്രതീക്ഷിക്കാത്ത അളവിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ വലിയ നേട്ടങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യം ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ല സാക്ഷ്യത്തോടുകൂടെ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളൊരു കാര്യം, ജീവിതയാത്രയിൽ ജീവിതത്തിന്റെ നല്ലൊരു അംശം കർത്താവിനോട് വേർതിരിക്കുന്നെങ്കിൽ അവൻ നമ്മെ തീർച്ചയായിട്ടും മാനിക്കും. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നതാണ്. എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത്? ദൈവത്തിന്റെ വചനപ്രകാരം അവന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി സ്വസ്ഥരായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയിലും നമ്മുടെ ഇടപാടുകളിലും
നമ്മുടെ സഹകരണത്തിലും സ്നേഹത്തിലും ഐക്യത്തിലൊക്കെ ആ സ്നേഹം, ദൈവസ്നേഹം തികഞ്ഞു വരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ തികഞ്ഞു വരുന്ന ഏതൊരു വ്യക്തിയെയും ഓരോ ദിനത്തിലും ദൈവം നടത്തുന്ന വഴികൾ അത്ഭുതവും അഗോചരവുമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ ഓരോ സാക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഇന്നും എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിന്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ നമ്മുടെ ജീവിതയാത്രയിൽ പോകുന്നെങ്കിൽ ദൈവം നമ്മോട് കരുണയുള്ളവനായിരിക്കും, നമ്മളെ സ്നേഹിക്കും, നമ്മളെ താങ്ങും. നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ പ്രതീക്ഷിക്കാത്ത നന്മകൾ തന്ന് നടത്തുവാൻ തക്കണം ദൈവം സഹായിക്കും. മറ്റ് ചിലര് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ സ്നേഹങ്ങളോ ലോകത്തിൻ്റെതായ ആ വലിയ പ്രതാപങ്ങളോ പ്രത്യേകിച്ചുള്ളതായിരിക്കുന്ന എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ എടുത്തു കാണിച്ച് ഇത് മാത്രമാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു അനുഭവമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് അന്ത്യം വരെ ദൈവസേനയിൽ വിശ്വസ്തനായി നിൽക്കുക, വിശ്വസ്തനായി നിൽക്കുക, വിശ്വസ്തനായി നിൽക്കുക. എങ്കിൽ മാത്രമേ ഒരിക്കൽ കർത്താവിന്റെ വചനത്തിൽ കൂടെ പറയുന്ന പോലെ നമുക്ക് ആ വിളി കേൾപ്പാൻ കഴിയുള്ളൂ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിചാരകനായിരുന്നു, അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ നിലവാരം ആ നിലകളിലാണ്. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, അധികത്തിൽ ദൈവം നമ്മെ ഹല്ലേലൂയ വിചാരകനാക്കും. തീർച്ചയായിട്ടും ആ നല്ല അനുഭവത്തിന് വേണ്ടിയാണ് ഞാനും പ്രതീക്ഷയോടെ ഓടുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ മരണകരമായ പല ഘട്ടങ്ങളിൽ എന്നെ അഭിമുഖീകരിച്ചപ്പോഴും എല്ലാവരും മരിച്ചു എന്ന് ഓർത്തപ്പോഴും ദൈവം തമ്പുരാൻ വീണ്ടും അവസരം നൽകി, ആയുസ്സും ആരോഗ്യം നൽകി നിർത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ എൻ്റെ കർത്താവിൻ്റെ നാമമത്തിനായി തീരണം എന്നുള്ളത് മാത്രമാണ്. കർത്താവിൻ്റെ നാമം ഇവിടെ വാഴ്ത്തപ്പെടട്ടെ. ഈ പകൽക്കാലം എൻ്റെ മാന്യ കേൾവിക്കാരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ലോകത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന തുച്ഛമായ ഒരു അല്പമായ സമയമാണ്. അത് ഏറ്റവും വിശ്വസ്തമായി നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കണം. കർത്താവ് പറഞ്ഞത് മാത്രം ചെയ്യുക, ദൈവം പറയാത്ത ചെയ്യരുത്. ദൈവം പറയാത്തത് ചെയ്യാൻ പാടില്ല. ദൈവം പറയുന്നത് മാത്രം ചെയ്ത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി എന്നുള്ള ഒരു വചനമുണ്ട്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായിട്ട് അവന്റെ വിശ്വസ്തന്മാരായിരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ശുശ്രൂഷയായിരിക്കാനും കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുവാനുമാണ് ഇനിയും എൻ്റെ ആഗ്രഹം. ദൈവം എനിക്ക് ആയുസ്സിരുന്നെങ്കിൽ അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകയാത്രയിൽ ശിഷ്ടമുള്ള സമയം കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ ആ അളവിൽ മുന്നേറുവാൻ നിൽക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ കേൾവിക്കാരോട് എനിക്ക് ഓർപ്പിക്കാനുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ലോകത്തിൽ നിന്നേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്നും നാം കൊണ്ടുവന്നില്ല, ഒന്നും നാം കൊണ്ടുപോകുകയില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെന്ന് തോന്നുവോ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നാം പോകേണ്ടതായിട്ട് വരും. കർത്താവിന്റെ വിളിക്ക് അനുസരിച്ച് ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് അർഹനായി തീരേണ്ടതിനായിട്ട് ഞാനും തീരുമാനത്തോടെ ആയിരിക്കുന്നു. ഇന്ന് നാം വന്നിരിക്കുന്ന ഈ കാലഘട്ടം ഒരുപാട് വ്യത്യസ്തത ഉണ്ടായ ഒരു കാലഘട്ടമാണ്. എൻ്റെ ചെറുപ്പകാലത്തേക്കുപരി, എൻ്റെ ജീവിതത്തിന്റെ മധ്യകാലത്തേക്കുപരി ഇന്ന് എല്ലാത്തിനും മാറ്റമുണ്ടായ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന് കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ കാലഘട്ടങ്ങളിലാണ് സുവിശേഷം അനേകയിടത്ത് വ്യാപരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തെല്ലാം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നുവല്ലോ. തീർച്ചയായിട്ടും കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ഞാന് ജീവിതത്തിലെ കണ്ണുനീരണിഞ്ഞ ഒരനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ
വലിയ വൈദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, ആമേൻ, പലരും എൻ്റെ ജീവിതത്തിലേക്ക് അനേക വിഷയങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ, എൻ്റെ ജീവന് പോലും അപായം വരത്തക്ക നിലയിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ കർത്താവിനെ സുരക്ഷിതനാക്കി എന്ന് എനിക്ക് പറയാൻ കഴിയും. 100 പേര് എൻ്റെ വീട് വളഞ്ഞിട്ട് ഞാൻ താമസിച്ചിടത്ത് അവിടെ വെച്ച് തന്നെ കൊല്ലുവാൻ വേണ്ടി ഒരുക്കിയ ചില വർഗീയ ശക്തികളുടെ വിഷയങ്ങൾ എന്നെ അഭിമുഖീകരിച്ചു. എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും മനുഷ്യമായി എനിക്ക് ചിന്തിപ്പാൻ കഴിയില്ലായിരുന്നു. ആ ഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. 100 പേര് വടിയും കല്ലുകളുമായിട്ടൊക്കെ വന്ന് എന്നെ വെല്ലുവിളിച്ച്, ഒരു നിമിഷം ഇവിടെ നിന്ന് ഞാൻ ഇവിടെ പോകത്തില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. നർമ്മദാ നദിയുടെ തീരത്തിനടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. നിന്നെ കൊന്ന് ഈ ആറ്റിലേക്ക് കഷണം കഷണമായിട്ട് എറിയും എന്നെ വെല്ലുവിളിച്ചു. നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും നിന്റെ ജന്മനാട് കാണത്തില്ല എന്നെ വെല്ലുവിളിച്ചു. ആ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാവായിട്ടും ഗുണ്ടയായിട്ട് അറിയുന്ന ഒരാളാണ് അതിന്റെ ലീഡറായിട്ട് അവിടെ കടന്നു വന്നത്. അദ്ദേഹം തൻ്റെ അനുയായികളുമായിട്ട് വളരെ ആക്രോശിക്കുകയാണ്. കല്ലും തടിയും ഒക്കെ എടുത്ത് തന്നെ തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ പാർക്കുന്ന വീട് പൊളിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ എനിക്കെന്തോ ആ സമയത്ത് ഞാൻ അറിയപ്പെടാത്ത ഒരു ആത്മശക്തി എന്മേൽ വ്യാപരിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവിക ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ എൻ്റെ വിശുദ്ധ ബൈബിളുമായി എൻ്റെ വീടിൻ്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്കെന്നെ കൊല്ലണമോ? നിങ്ങൾക്ക് എന്നെ കണ്ടിക്കണമോ? എന്നെ കഷണിച്ച് നർമ്മദാ നദിയിലേക്ക് എറിയണമോ? ഞാൻ യാതൊരു പരിഭവമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുന്നു, യേശുവിന്റെ നാമനിമിത്തമായി നീ ഇവിടുന്ന് ഓടിപ്പോണെന്ന് പറഞ്ഞാൽ ഞാൻ ഓടത്തില്ല സഹോദര. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് ഭയമില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, എന്നെ കഷ്ണിക്കാം, എന്നെ ഏത് രീതിയിലും നിങ്ങൾക്ക് നശിപ്പിക്കാം, ഒരക്ഷയവുമില്ല. പക്ഷേ ക്രിസ്തു നിമിത്തം നിങ്ങൾ പറയുന്ന പോലെ ഓടിപ്പോവാൻ ഞാൻ ആളല്ല. എൻ്റെ യേശു നിമിത്തമായി മരിക്കേണ്ടി വന്നാലും ഓടുന്ന പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് അതിൻ്റെ ലീഡർ എന്നെ തറപ്പിച്ച് നോക്കി. അദ്ദേഹം കണ്ണ് കുരുട്ടി നിൽക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി, കൂടെയുള്ളവർ ഏത് രീതിയിൽ കൊല്ലുവാൻ വടിയും കല്ലും ഉയർത്തി നിൽക്കുകയാണ്. പക്ഷേ അത് ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായി ശാന്തമായിട്ട് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം, ഇവിടെ അങ്ങ് നിൽക്കരുത്, ഇവിടെ നിന്നാൽ കൊന്നുകളയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുള്ള നിങ്ങളുടെ ആൾക്കാരുടെ വീട് തന്നെയാണ്, ഞാനത് ഒരിക്കലും ഇവിടെ അവകാശം പറഞ്ഞു നിൽക്കത്തില്ല, ഞാനത് കാര്യം ചെയ്തോളാം. എങ്കിൽ ക്രിസ്തുവിന്റെ നിമിത്തം, എൻ്റെ യേശുവിന്റെ നിമിത്തം ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടുന്ന വിഷയമില്ല. നിങ്ങൾ എന്നെ കൊന്നാലും എനിക്കതിൽ ഭാരവുമില്ല. അപ്പോൾ അവർക്ക് എന്തോ ദൈവം അവരോട് ഇടപെട്ടതായിരിക്കാം. എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്ത് അടുത്തുള്ള ഒരു PW എഞ്ചിനീയർ കോട്ടയംകാരന് ഒരു സാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിവരം അറിഞ്ഞു. അദ്ദേഹം ഒരു ഇന്നത്തെ കാലത്തുള്ള ഉന്തുവണ്ടി പോലെ ചെറിയ ഒരു സാധനം അദ്ദേഹം അവിടേക്ക് ഒരാളെ കൊണ്ടുവരിപ്പിക്കപ്പെട്ടു. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം അതിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഭാര്യയും കുഞ്ഞുങ്ങളും ഈ വിഷയം കേട്ട് പേടിച്ച് വല്ലാതിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ ഹർദ്ദമായി സ്വീകരിച്ചു. അവർ പറഞ്ഞു, എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന അവരുടെ മധ്യത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ യേശു ആരാണ്? നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു മാറാത്ത കർത്താവാണ്. ആ ദൈവത്തിന്റെ ആ സ്നേഹയും ദാസിയുടെയും അവരെ അത് വളരെ
PWയുടെ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നെങ്കിലും വളരെ ദൈവഭയമുള്ള ഒരു കുടുംബമായിരുന്നു. എന്നെ ആ വീട്ടിൽ പാർപ്പിച്ചു. അവിടെ നിന്ന് 3 ദിവസക്കാലം ബോസിപ്പാൻ ദൈവം എനിക്ക് ആശ്രയം നൽകി. ആ ദേശത്ത് എല്ലാവരും വിചാരിച്ചു ഞാൻ ഓടിപ്പോയി എന്ന്. ആ ഭവനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞ് ദൈവസന്നിധിയില് അവിടെ തുടർന്നും പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി അനുഭവങ്ങളിലൂടെ ദൈവം വടക്കൻ എന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കർത്താവിനെ ക്ഷമത്തോടെ നടത്തി. രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ ഒക്കെ കടന്നു വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ച് എന്റെ ഭവനത്തെ എന്നെ സൂക്ഷിച്ച് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് വളരെ നന്ദി കരയറ്റുകയാണ്. ഇവിടെ എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നതിന് അപ്പുറമായിട്ട് ഒരു കാര്യം കൂടെ എൻ്റെ മാന്യ കേൾവിക്കാരോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടുവെങ്കിൽ അവസാന ശ്വാസം വരെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും തമ്പുരാന്റെ വചനം എന്നെ ശക്തീകരിക്കുന്നു, എന്നെ ബലപ്പെടുത്തുന്നു, എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നു. ദൈവം എത്ര നല്ലവനും എത്ര വിശ്വസ്തനും ശ്രേഷ്ഠനും ആയ ദൈവമാണ്. ഇന്നും കർത്താവ് നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും എനിക്ക് ആഗ്രഹമുള്ളൂ കർത്താവിന്റെ സാക്ഷ്യം തികയ്ക്കണം. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടണം, അവന്റെ നാമം ധന്യപ്പെടണം. അതിനുവേണ്ടി ഉള്ള ജീവിതമാണ് എൻ്റെ കുടുംബത്തിന്റെയും ജീവിതം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബമായിരിക്കുന്നു. എൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് മരണശയ്യയെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മരണശയ്യയിലും കർത്താവ് അവൻ സഹായകനായി ഇറങ്ങി വന്നു. മരണത്തിന്റെ ആയിരിക്കുന്ന ആ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി മോചനം തന്ന സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവയെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവം എല്ലാ വിഷയത്തിലും വിടുതലും സൗഖ്യവും നന്മയും തന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഞാൻ ഉപയോഗിച്ച പോലെ നല്ലവനും സ്വസ്ഥനുമായ ദാസനെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി തീരണം എന്നുള്ളൊരു അത്യാഗ്രഹമേ എനിക്കുമുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവസാന ശ്വാസം വരെയും ആ ദൈവത്തോട് പൂർണ്ണമായിട്ടുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും ദൈവത്തിന് ആദരവോട് നിൽക്കുവാൻ നിൽക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം എൻ്റെ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അത് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ TV ഇത്രയും സമയം എന്നെ ശ്രവിക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഇതിനുവേണ്ടി ഈ സമയത്ത് എനിക്ക് വേണ്ടി പ്രത്യേകം വേർതിരിച്ച എൻ്റെ ഡയറക്ടർ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡാനിയൽ ജോൺ അവറുകളോട് എൻ്റെ കുടുംബത്തോട് എൻ്റെ ഹൃദയംഗമായ നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം അവിടുത്തെ സന്നിധിയിൽ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന് വേണ്ടി അന്ത്യം വരെ നിൽപ്പാൻ ഓരോ ജീവിതം ഒരുക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി എല്ലാവരും ഒരുക്കണമേ. കർത്താവെ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ അവകാശിയെ തീരാൻ ഒരുക്കണം. ഈ സമയപ്രകാരം അരോമ TV വേർതിരിച്ചു തന്ന കർത്താവിന്റെ ഉൾപ്പെട്ട ദാസനോടും കുടുംബത്തോടും ദൈവം കരുണ ചെയ്യണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. ദൈവം അനുഗ്രഹിച്ച് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ദൈവത്തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ജയത്തോടെ നടത്തുമാറാകട്ടെ. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.